നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി പായം പഞ്ചായത്ത് 10-ാം വാർഡിൽ താമസിക്കുന്ന വടിയാര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകാംഗമായ ഇലവുങ്കൽ റീനയെ സുമനസുകളായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ സമക്ഷം ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. ഞാൻ പായം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. പായം പഞ്ചായത്തിലെ 10-ാം വാർഡിൽ റീന ഇലവുങ്കൽ എന്നവർ കുറേ വർഷങ്ങളായി ഇപ്പം ക്യാൻസർ അസുഖബാധിതനായി നിൽക്കുകയാണ്. ഒരുപാട് പേരുടെ സാമ്പത്തിക സഹായങ്ങളോടുകൂടിയാണ് ഇത്രയും കാലം അവർ ചികിത്സ നടത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ചികിത്സ നടത്തണമെങ്കിൽ കീമോ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കീമോയുടെ മരുന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. കീമോയ്ക്കുള്ള സാമ്പത്തിക തന്നെ ഇപ്പോൾ ഉള്ള മരുന്നിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹായം അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടാണെന്നുള്ളത്. പിന്നെ അതുപോലെ അവർ കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹം കഴിച്ചിട്ടുമില്ല. അപ്പം കുടുംബത്തിൽ സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടാണുള്ളത്. ഇനി അങ്ങോട്ടുള്ള ചികിത്സ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചികിത്സ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിനെല്ലാവരുടെയും ഒരു സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവർ ഒരു ക്യാൻസർ രോഗിയാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഇവരുടെ അമ്മ അന്നയ്ക്ക് തലയിൽ ട്യൂമറായിരുന്നു. അന്ന ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായി തന്നെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്ന് സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് റീന. എൻ്റെ പേര് റീന, വീട്ടുപേര് ഇലവുങ്കൽ, കണ്ണൂർ ജില്ലയിലെ താമസം കരിയാൽ എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. പിന്നെ എനിക്കിപ്പോൾ ക്യാൻസറിൻ്റെ ചികിത്സയിലാണുള്ളത്. 4 വർഷത്തോളമായി. ഇപ്പോൾ കീമോയ്ക്ക് പകരം അതിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അമ്മയ്ക്കും സുഖമായിരുന്നു, തലയിൽ ട്യൂമറായിരുന്നു. അമ്മയ്ക്കും എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ അപേക്ഷ സമർപ്പിച്ചത്. ഇപ്പം അമ്മ മരിച്ചിട്ട് 4 മാസത്തോളമായി. ഇപ്പം ഞാനും ചേച്ചിയും ആണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നല്ല വിഷമത്തിലാണുള്ളത്. എല്ലാ മാസവും മരുന്ന് വേണം. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു അമ്മയുടെയും മകളുടെയും ചികിത്സ നടത്തി വന്നിരുന്നത്. അമ്മയുടെ മരണശേഷം വളരെ നിരാശയിൽ കഴിഞ്ഞിരുന്ന റീനയ്ക്ക് സുമനസുകളുടെ സഹായത്തോടെ ഓപ്പറേഷൻ നടത്തുവാൻ കഴിഞ്ഞു. ഇന്ന് ഓപ്പറേഷന് ശേഷമുള്ള തുടർ പരിശോധനകളും ചികിത്സയുമായി മുന്നോട്ടു പോകുന്നു. ഈ അവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ ഒരു ജോലിക്കും പോകുവാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിനാൽ തന്നെ തുടർ ചികിത്സകൾ മുടക്കം കൂടാതെ തുടർന്നു പോകുവാൻ പറ്റാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ റീന വളരെ വിഷമത്തിലാണ്.
കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് മുടങ്ങാൻ പാടില്ല. അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശക്തമായ കീമോയുടെ മരുന്നിലേക്ക് പോകേണ്ടി വരും. ഒത്തിരി പൈസ ഞങ്ങൾക്ക് ഈ രോഗാവസ്ഥയിൽ ചെലവായിട്ടുണ്ട്. തുടർ പരിശോധനകളും ചികിത്സയും മുടങ്ങിയാൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പ്രയോജനപ്പെടാതെ പോകുമല്ലോ എന്ന ആശങ്കയിലാണ് റീന ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. മാരകമായ ഒരു രോഗത്തിൽ നിന്നും അതിൻ്റെ പീഡകളിൽ നിന്നും ഒക്കെ ഒന്ന് കരകയറുവാൻ ശ്രമിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്ന സ്ഥിതി വന്നാലുണ്ടാകുന്ന ഒരു നിരാശ റീനയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആദ്യം ജോലിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ രോഗാവസ്ഥ മൂലം ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൽ പിന്നെ ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രോഗാവസ്ഥ കാരണം കൊണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. പിന്നെ 3 വർഷം കഴിഞ്ഞ് ഈ അസുഖം വന്നിട്ട് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥയിൽ നല്ലവരായ ഗുഡ്നസ് TV പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സഹായം അവർ പ്രതീക്ഷിക്കുകയാണ്. അമ്മയുടെ വേർപാട് ജീവിതത്തിൽ വരുത്തിയ ശൂന്യത വലുതു തന്നെയാണല്ലോ. സഹായത്തിന് മറ്റാരുമില്ലാതെ വരുമ്പോൾ അനുഭവിക്കുന്ന ഏകാന്തതയുടെ തീച്ചൂളയിലാണ് റീന ഇപ്പോൾ കഴിയുന്നത്. റീനയുടെ ഈ ഒറ്റപ്പെടലിൽ അവൾ ഒറ്റയ്ക്കല്ല. ഞങ്ങൾ ഗുഡ്നസ് TVയുടെ സുമനസ്സുകൾ ഒപ്പം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അത് വളരെ ധന്യമായ ഒരു പ്രവൃത്തിയാണ്. ഈ രോഗാവസ്ഥ മൂലം എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. എൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും എനിക്ക് അത്യാവശ്യമാണ്. ഗുഡ്നസ് TV പ്രേക്ഷകരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാ സഹായവും എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യും. അനേകർക്ക് ആശ്വാസമായി മാറിയിട്ടുള്ള നമ്മുടെ നല്ലവരായ പ്രേക്ഷകർക്ക് ഈ മകളെ സഹായിക്കുന്ന കാര്യത്തിൽ ഏക മനസ്സോടെ മുന്നേറുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഏകാന്ത വീഥികളിൽ ഉഴലുന്നവർക്ക് അവരെ തളരാതെ കൈപിടിച്ച് നടത്തുവാൻ എന്നും കഴിഞ്ഞിട്ടുള്ള ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർ മുമ്പാകെ ഈ അപേക്ഷ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹസ്പർശനങ്ങൾക്കായി റീനയും കാത്തിരിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ
9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ മേരി വർക്കി എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായനിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ഈ സഹോദരിയുടെ മകൻ ജാക്സനാണ്. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അതിൽ ഇളയ മകനാണ് ഈ ജാക്സൺ. അദ്ദേഹത്തിൻ്റെ പിതാവിന് കൂലിപ്പണിയാണ്, വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. 4 വർഷമായിട്ട് ഈ സഹോദരിക്ക് ഫാറ്റി ലിവറും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുമാണ്. അതുപോലെ തന്നെ ഹാർട്ടിനും പ്രശ്നമൊക്കെയുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ പല ആശുപത്രികളിൽ അവർ മാറി മാറി ചികിത്സയൊക്കെ നടത്തി. ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചികിത്സയ്ക്കൊക്കെ ധാരാളം പണം ആവശ്യമുണ്ട്. അത് നിർധനരായവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഗുഡ്നസ് ടി വി ഈ സഹോദരിയുടെ രോഗവിവരത്തെക്കുറിച്ച് അറിയുവാനും ടി വിയിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും ശ്രമിച്ചത്. ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ അത് അവരുടെ തന്നെ ഒരു ആവശ്യമായിട്ട് ഏറ്റെടുത്ത് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് 1,40,000 രൂപ സമാഹരിക്കാനും ഇപ്പോൾ കൊടുക്കാനും സാധിക്കുകയാണ്. ഈ തുക, ഗുഡ്നസ് ടി വിയിലൂടെ സമാഹരിച്ച തുക നിങ്ങളുടെ എല്ലാവരുടെയും സംഭാവനയാണ്. അത് നിങ്ങളുടെ പേരിൽ ഞാനിപ്പോഴും മേരി എന്ന സഹോദരിയുടെ മകൻ ജാക്സനെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ സഹകരിച്ചതുകൊണ്ടാണ്, നിങ്ങളിത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കാനും കൊടുക്കുവാനുമായിട്ട് ഇപ്പോൾ സാധിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ 500 രൂപയും 1000 രൂപയും ഒക്കെ തന്നവരാണ് ഇതിൽ ഭൂരിഭാഗം പേരും. അപ്പോൾ എന്തുമാത്രം പേര് സഹകരിച്ചതുകൊണ്ടാണ് ഇത്രയും തുക സമാഹരിക്കാനായിട്ട് സാധിച്ചത് എന്ന കാര്യം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ത്യജിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുക മാറ്റിവെക്കാനും കൊടുക്കാനും നിങ്ങൾക്ക് സാധിച്ചത്. പലരും അവരുടെ ക്ഷേമ പെൻഷൻ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്ന ധാരാളം ആളുകളെ എനിക്ക് കാണാനും കേൾക്കാനുമൊക്കെ ആയിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ചെറിയ തുക തന്നാൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, 1 രൂപ തന്നാലും ഞങ്ങൾ സ്വീകരിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ വിധവയുടെ കൊച്ചുകാശ് പോലെ ചെറിയ ചെറിയ തുകകൾ ആളുകൾ തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കാനും കൊടുക്കാനും സാധിച്ചത്. നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ദൈവസമക്ഷം നിങ്ങളെ സമർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം നൽകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം, ദൈവം സമാധാനവും സമൃദ്ധമായിട്ടും വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ മേരി എന്ന സഹോദരിയെ നമുക്ക് ഓർക്കാം. ഇതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഈ സഹോദരിയെ ദൈവസമക്ഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് സൗഖ്യവും ആരോഗ്യത്തിലേക്കും ആ സഹോദരി കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാൽ ഈ സഹോദരിക്ക് രോഗസൗഖ്യം എത്രയും പെട്ടെന്ന് നൽകണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് ജാക്സൺ. വീട് വരുന്നത് വൈലത്തൂരാണ്. എൻ്റെ അമ്മയുടെ ചികിത്സാ സഹായത്തിന് സഹായിച്ച ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. അതിന് പുറമെ എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കുടുംബത്തെ ഉൾക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു.